അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SR മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവർ, ഇന്ന് വ്യത്യസ്തമായ നല്ലൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഒരു കൗതുകം ഉണ്ടാവും, എന്താണ് പുസ്തകം ഇങ്ങനെ മുമ്പിൽ എന്തൊക്കെ വെച്ചിരുന്നല്ലോ എന്നൊരു കൗതുകം ഉണ്ടാവും. അപ്പൊ യൂട്യൂബിൽ തന്നെ ചിലപ്പോ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ വിചാരിക്കും നമ്മളെ വീട്ടിലാണ് കേട്ടോ. വീട്ടിൽ ചെറിയ ഞാൻ പറഞ്ഞില്ല, നമ്മളെ സ്റ്റുഡിയോ പോലെ സെറ്റപ്പ് ചെയ്തൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മുമ്പേ ഉണ്ടല്ലോ നല്ല ഒരു സ്പ്രേ കുപ്പി ഉണ്ട്, നല്ല ഊതിന്റെ ഒരു അത്തറുണ്ട്, അതുപോലെ നല്ലൊരു സീലിന്റെ അത്തറുണ്ട്, അതേപോലെ ഒരു ഊത് മുഹല്ലത്തിന്റെ ഒരു അത്തറുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതൊരു സാധനം കണ്ട, ഒരു കിഡിലൻ സാധനമാണ് കേട്ടോ. കിഡിലൻ ഐറ്റം പറഞ്ഞ ഭയങ്കര സംഭവമാണ്. എന്റെ പൊന്നെ മണം ഒന്ന് മനസ്സിലാക്കില്ലേ, എങ്ങനെയുണ്ട് മണോ? അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല മക്കളെ. ഇത് കസ്തൂരി മാനിന്റെ കസ്തൂരിയാണ്. അപ്പൊ കസ്തൂരി മാന്റെ കസ്തൂരി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ. ലക്ഷങ്ങളാണ് ഇതിന്റെ വില കേട്ടോ, ലക്ഷങ്ങളാണ് ഇതിന്റെ വില. അപ്പൊ ഗവൺമെന്റ് ഒക്കെ അറിഞ്ഞ തന്നെ പൊക്കും. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഇത് ഇത്ര അത്തരങ്ങൾ ഉപയോഗിച്ചാലും ഇതിന്റെ അടുത്തേക്ക് ഇതൊന്നും എത്തൂല കേട്ടോ. ഇതൊക്കെ ഒറിജിനൽ അത്തറാണ് കേട്ടോ. ഇത് ഊതാണ്. ഞാൻ അജ്മീർ യാത്രയിൽ ഉണ്ടാകുമ്പോൾ അജ്മീർ യാത്രയിലുള്ള ഒരു സുഹൃത്ത് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നാണ്. ഊതിന്റെ ഒറിജിനൽ സാധനം, നല്ല അടിപൊളി മണമാണ്. 24 മണിക്കൂറിലധികം ഇതിന്റെ മണം നിൽക്കുന്നുണ്ട്. അതേപോലെ ഇതും മോശമില്ലാത്തൊരു 150 റുപ്യന്റെ അത്തറാണ്, തിരക്കടില്ല. ഇത് നമ്മളൊരു മൂത്തമ്മാന്റെ മോനെ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നൊരു സ്പ്രേ ആണ്. ഇത് ഈ പറഞ്ഞ പോലെ നല്ലൊരു അത്തറാണ്. ഇത് ഊത് മുഖല്ലത്ത കേട്ടോ. ഇതിങ്ങനെ അതിൽ ഒരുപാട് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നല്ലൊരു അത്തറാണ്, മോശമില്ലാത്തൊരു അത്തറാണ്. ഇതും 250 റുപ്യയുടെ ഉള്ളിൽ റേറ്റ് ഉള്ളത്. അജ്മീറിൽ നിന്ന് മേടിച്ചാണ്. അപ്പൊ ഇതിനുപരിയായിട്ട് ഇതിനുള്ളിൽ അത്ര ഉണ്ട് കേട്ടോ. ഇത് നല്ല പാക്കിംഗ് ഒക്കെയാണ്. ഇത് നമ്മളെ പങ്ങളെ മോളെ കെട്ടിച്ചപ്പോ മോളെ ഭർത്താവിന്റെ ഏട്ടന് ഗൾഫിലാണ്. അപ്പൊ അവര് അവിടുന്ന് കൊടുത്ത ഒരു അത്തറാണ്, സ്പ്രേ. നല്ല മണാണ്, അടിപൊളിയാണ് മണല്ല. അപ്പൊ ഇത് നല്ല മണാണ്. ഇതും അതിനേക്കാൾ നല്ല കിടുക്കാച്ചി മണാണ്. നല്ല മണക്കണ്ട നിങ്ങൾക്ക്. ഓക്കെ. അപ്പൊ ഇതെല്ലാം ഞാൻ കാണിക്കാനുള്ള ഉദ്ദേശം എന്താ വെച്ചാല്, ഇതിനേക്കാളൊക്കെ അടിപൊളി അത്തറാണ് ഊത് എന്ന് പറയുന്നത്. ഇത് തേച്ച് നമുക്ക് സുന്നത്തിന്റെ കൂലിയൊക്കെ കിട്ടും കേട്ടോ. ഒരുപാട് ലോങ് കാസ്റ്റ് നിൽക്കുന്ന ഒരു മണം കൂടിയാണ് ഊതിന്റെ ഈ ഒരു അത്തർ കേട്ടോ. നിങ്ങൾ യൂട്യൂബിൽ മണത്തങ്ങൾക്ക് മണക്കൂലെന്നറിയാം, എന്നാലും ഒരു സാമ്പിൾ ഞാൻ പറഞ്ഞു കാണിച്ചു തരാം. ഇതിന്റെ ഒരു മണം ഇങ്ങനെ തേച്ചാണ്ടല്ലോ നമുക്ക് നല്ല മജിലിസ്, നല്ല ബുർദയുടെ മജിലിസ്, അതുപോലെ ജലാലി അറാത്തിബിന്റെ മജിലിസ്, അങ്ങനെയുള്ള നല്ല മജിലിസുകളൊക്കെ നല്ല ഓർമ്മ വരും കേട്ടോ. എങ്ങനെയുണ്ട് മണസിബില? ഒന്ന് ഉഷാറായിരിക്കേ. നമ്മൾ പൊതുവെ ഉണ്ടല്ലോ രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ സുബഹിസ്കാരത്തിന് മുമ്പ് ഇത്തരത്തിലുള്ള അത്തറുകളൊക്കെ കയ്യിൽ തേച്ചിട്ട് ഇങ്ങനെ തേച്ചാണ്ടല്ലോ നമുക്ക് ബുദ്ധി വികസിക്കും. അപ്പൊ നല്ല മണവും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നല്ല അത്തർ ഉപയോഗിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, നമ്മൾ ഈ കാണുന്ന അത്തറുകൾ ഉണ്ടല്ലോ, ഈ അത്തറുകളിലെല്ലാം ഓരോ എസൻസ് ഉണ്ട്. എസൻസ് പറഞ്ഞാല് അപ്പൊ അത്തറിനെല്ലാം ഉഷാറാക്കുന്ന ഒരു സംഭവമുണ്ട്. ഇതിന്റെ മണം പിടിച്ചെടുക്കുന്ന സാധനം, ഇതിനേക്കാളും ഡബിള് മണമുള്ള ഒരു സാധനമാണ് ഈ ഒരു സാധനം. ഇതിന്റെ ഞാൻ ചിത്രങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. വലിയ വലിയ കാടുകളിലൊക്കെ ഉള്ള ഫോറസ്റ്റുകളിലൊക്കെ കിട്ടുന്ന ഒരു തരം മാനുണ്ട്. മാനിന്റെ ഒരു വർഗ്ഗമാണത്. അതിന്റെ വയറിലായിട്ടും അതുപോലെ അതിന്റെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ആയിട്ട്, ചന്തിയുടെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇതുപോലത്തെ ഒരു കുരു വരും. ഒരു കുരു എന്ന് പറയുമ്പോൾ ഒരു ഊണല് പോലത്തെ ഒരു സാധനം. അതിങ്ങനെ വലുതായി അതിന് ചൊറിയും അത് മതിലൊക്കെ പോയിട്ട് എന്താക്കും, വെച്ച് വരുതുന്ന സമയത്ത് അതിങ്ങനെ പൊട്ടി വീഴും കേട്ടോ. അതിങ്ങനെ വരുതുമ്പോൾ താഴേക്ക് ഇങ്ങനെ പൊട്ടി പോവും. ആ ഒരു സാധനമാണ് ഇത്. കണ്ട ശരിക്കും ഒറിജിനല് കണ്ടാൽ ഒറിജിനലിനെ വെല്ലുന്ന രൂപത്തിലുള്ള കസ്തൂരി മാന്റെ കസ്തൂരിയാണ്. അപ്പൊ ഇതിങ്ങനെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, മാത്രമല്ല ഭയങ്കര മണമായിരിക്കും. അപ്പൊ ഈ ഒരു സാധനം ലക്ഷങ്ങൾ വില ഉള്ളതാണ്. പക്ഷെ എനിക്ക് ഇത് കിട്ടിയിട്ടുള്ളത് വെറും ചെറിയൊരു വിലക്കാണ് കേട്ടോ. അപ്പൊ ഇത് കിട്ടിയിട്ടുള്ളത് അജ്മീറിൽ നിന്നാണ്. അജ്മീർ 1-ാം ഗേറ്റ് ആ സ്ട്രീറ്റിന്റെ പരിസരത്ത് പോയാൽ ഇഷ്ടംപോലെ ഇങ്ങനത്തെ സാധനം നമുക്ക് കിട്ടാം. കുറെ ആൾക്കാർ ഇത് മേടിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് വട്ടം അജ്മീർ പോയിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇന്നേ വരെ ഞാൻ മേടിച്ചിട്ടില്ല. അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെ കയ്യിൽ പിടിക്കും, എന്നിട്ട് വേറെ ഒരാളെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വരുത്തിട്ട് മണക്കാൻ പറയും. മണക്കുമ്പോൾ ഇതിന്റെ മണം എന്താണോ അതേ മണം മറ്റുള്ള ആളുടെ ശരീരത്തിൽ വരും. അത് അത്രയും പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് ഈ ഒരു കസ്തൂരി. പക്ഷെ ഇതിന്റെ വില ലക്ഷങ്ങളാണെങ്കിലും നമുക്ക് അജ്മീർ സ്ട്രീറ്റിൽ കിട്ടുന്നത് വെറും 150 റുപ്യ 200 റുപ്യ ആ ഒരു റേറ്റിലാണ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഈ കുറെ വർഷമായിട്ട് അജ്മീർ പോകുന്നുണ്ട്, ഇതൊന്നും മേടിക്കാറില്ല. ഈ ഒരു പ്രാവശ്യം ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നിങ്ങൾ അറിയിക്കണം എന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായി. അപ്പൊ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അതിന്റെ ആഗ്രഹത്തിന്റെ മുകളിൽ ഈ സാധനം ഞാൻ കൊണ്ടുവന്ന്, മാത്രമല്ല ഗോഡ്രേജിൽ വെച്ചാൽ ഗോഡ്രേജ് തുറക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവുമല്ലോ. ഇത്രയും അത്ര അടുത്തുണ്ട്, ഇതല്ലാതെ വേറെയുണ്ട്. പക്ഷെ ഇത് നമുക്ക് ഗോഡ്രേജിൽ വെച്ചാൽ നല്ലൊരു ഫ്രഷ് മണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുന്ന്
സത്യം പറഞ്ഞാൽ കൊണ്ടുവരുമ്പോൾ നല്ല മണമുണ്ടായിരുന്നു. നല്ല പാക്കൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് അലമാറയിൽ വെച്ച് അങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ ഇതിന്റെ മണമൊന്നും വരാനേ ഇല്ല, ഒരു മണവുമില്ല. അങ്ങനെ പിന്നെ ഞാനത് എടുത്തിട്ട് സത്യത്തിൽ ഇങ്ങനെ തണുപ്പിക്കുമ്പോഴാണ് ഗൈസ് ശരിക്കും നമ്മൾ അറുത്തിട്ട ആടിന്റെ ഒരു മണം ഉണ്ടാവല്ലോ, ഇല്ലെങ്കിൽ നമ്മളൊരു ആടിനെ തൊട്ട് മണത്ത് അങ്ങനെ ഉണ്ടാവും എന്നതുപോലത്തെ ഒരു സ്മെല്ലാണ് ഇതിൽ സത്യമായിട്ടും ഫീൽ ചെയ്ത കേട്ടോ. ഇതെടുത്ത് മണപ്പിക്കുന്ന സമയത്താണ് ഇതിന്റെ ശരിക്കുള്ള ബാഡ് സ്മെൽ എന്താണെന്ന് മനസ്സിലാക്കിയത് കേട്ടോ. ഞാൻ ഇതിനെപ്പറ്റി യൂട്യൂബിലൊക്കെ തപ്പിയപ്പോൾ സംഭവത്തിൽ ഇതന്നെയാണ്, കസ്തൂരി മാന്റെ ഇതന്നെയാണ് സാധനം. പക്ഷെ ഇതിനവർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഉള്ളിലുള്ള ഒരു പൊടി പോലത്തെ സാധനങ്ങളുണ്ടോ, അതായത് ഈ കസ്തൂരി മാനിന്റെ ആ മണം കിട്ടുന്ന സാധനം ഉണ്ടല്ലോ, അത് ഇതിനുള്ളിലുണ്ടോ, പൊടി പോലെയോ ദ്രാവകം പോലെ എന്തോ ഒരു വസ്തുവാണ്. അതിനവര് പിന്നെ വിൽക്കേണ്ടവർക്ക് വിറ്റതിന് ശേഷം ഇതിനെ ഉപേക്ഷിക്കുക ചെയ്യാം. അപ്പൊ അതിനെ ഈ പിന്നെ ഫ്രോഡുകൾ ഉണ്ടാക്കും, എന്താ മറ്റുള്ള സാധാരണക്കാര് അതിനെ പെറുക്കിയിട്ട് അതിൽ എന്തെല്ലാം ഫില്ല് ചെയ്തിട്ട് അറിയാത്ത പോലെ ഇങ്ങനെ ഗമ്മക്കിട്ട് ഒട്ടിച്ച് സെറ്റാക്കി കൊണ്ടുവന്ന് തരും. ഇതിപ്പോ ശരിക്കും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതൊക്കെ കണ്ട് ശരിക്കും മാംസാണിത്. അതേപോലെ രോമം കറക്റ്റ് കണ്ട, ഒരു പിൻ പോയിന്റ് നമുക്ക് സംശയം തോന്നാത്ത രൂപത്തിലാണ് ഇതൊക്കെ ഉള്ളത്. പക്ഷെ നല്ല മണം ഉണ്ടാവും. ഇപ്പൊ ഇത് മണമില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ കുറച്ച് ബാഡ് സ്മെല്ലും ഞാനുണ്ടായിരുന്നു, ഇപ്പൊ അത്ര ബാഡ് സ്മെല്ലും ഇല്ല, ഇപ്പൊ നോർമലാണ്. മാത്രമല്ല ഇപ്പൊ ഇത് കുറച്ച് രോമങ്ങളൊക്കെ ചെറുങ്ങനെ ഉതിരുന്നുണ്ട്. ഇത് ശരിക്കും പിന്നെ മാന്റെ രോമം തന്നെയാണ് കേട്ടോ. അപ്പൊ ഏതായാലും ഇപ്പൊ ഞാൻ ഒരു പ്ലാൻ ഇട്ട് എന്താ വെച്ചാല് ഇതെന്തായാലും ഒറിജിനൽ അല്ല. ഒറിജിനൽ ഒരു നിലക്കും നമുക്ക് ഒരു 150 രൂപയ്ക്കോ 100 രൂപയ്ക്കോ 200 രൂപയ്ക്കോ കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം 1 മില്ലിഗ്രാമിന് തന്നെ ലക്ഷങ്ങളോളം വിലയുള്ള സാധനമാണ് ഈ കസ്തൂരി മാനിന്റെ കസ്തൂരി എന്ന് പറയുന്ന സാധനം. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു സാധനം അങ്ങനെ കിട്ടില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് ഇതിന്റെ ഉള്ളിൽ എന്താണ് എന്ന് എനിക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും. ഒരുപാട് ആളുകൾക്ക് ഇത് മേടിച്ച് പരിചയമുണ്ടാവും, മേടിച്ച് കുടുങ്ങിയവരുണ്ടാവും. അപ്പൊ ഒരുപാട് മേടിച്ച് കുടുങ്ങിയ ആളുകൾക്കും ഇതിന്റെ ഉള്ളിൽ എന്താണ് എന്നറിയാനുള്ള ഒരു ആഗ്രഹമുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ മുന്നിൽ വെച്ച് അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. ഇത് പൊളിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനുള്ള ചെറിയൊരു പരിപാടിയാണ്. അതിനു വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇത്ര വിശാലമായിട്ട് പറഞ്ഞത്. അപ്പൊ അതിന്റെ മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും SR മീഡിയ എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എന്ത് ചെയ്യണം, അടിച്ചങ്ങ് പൊട്ടിച്ചതാണ് കേട്ടോ. ഞാൻ ഈ കാലം വരെ ആർക്കും പറഞ്ഞിട്ടില്ല. അപ്പൊ പറയാത്തത് കൊണ്ടാ തോന്നുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബറുള്ള അതേപോലെ പോകുന്നുണ്ട്. ഒരു 7K ആവാനാവുന്നുള്ളൂ, അതിന്റെ മേലേക്ക് ഇങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ബെല്ലൊക്കെ അടിച്ച് പൊട്ടിച്ച് കണ്ട് എന്താക്കുക കയറി വരിക. അപ്പൊ നമ്മൾ വ്യത്യസ്തമായ വീഡിയോ ഒഴിവുണ്ടാകുമ്പോൾ കിട്ടും. കുറെ ദിവസമായി വീഡിയോ ഇടാതെ ഫുൾ എനർജി പവറിലൊക്കെ വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ എന്താണ് എന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന്റെ ടൂൾസ് എടുക്കാണ്. എടുക്കുമ്പോൾ നല്ല ടൂൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ടൂൾസ് കണ്ട, നല്ലൊരു കത്തി, 2 മീൻ മുറിക്കുന്നതാണ്. അപ്പൊ നമ്മളിത് പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. വെള്ള പ്ലേറ്റ് ആകുമ്പോൾ ഇതിനുള്ളിൽ എന്താണെന്ന് അറിയാലോ. അപ്പൊ സംഭവം ലക്ഷക്കണക്കിന് വിലയുള്ള പുള്ളിമാന്റെ കസ്തൂരി നമ്മളിവിടെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇത് നഷ്ടമാണോ ലാഭമാണോ എന്ന് നമ്മൾ നോക്കണ്ട. ഇത് നമുക്ക് എന്തായാലും 100 രൂപ കിട്ടിയ സാധനമാണ്. സംഭവം നമ്മൾ കൈവശം വെക്കൽ ഇല്ലീഗലാട്ടോ. ലോക്കൽ സാധനം ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അജ്മീർ സ്ട്രീറ്റിൽ ഇഷ്ടംപോലെ കിട്ടുന്ന പറ്റിപ്പ് സാധനമാണിത്. അപ്പൊ ഇത് നമ്മൾ പറ്റിക്കപ്പെട്ടതാണ് ഞാനും നല്ല ഒരുപാട് ആൾക്കാർ. പിന്നെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മേടിച്ചത്. നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ നമ്മൾ ആദ്യമായിട്ടൊന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകണം. കത്തിന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നുണ്ട്. ഒന്ന് കാണിച്ചാ ഇവിടെ നമുക്ക് ഇങ്ങനെ ഗേറ്റ് ചെയ്ത് നിന്ന് കട്ട് ചെയ്യാം. ഓ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. മണം ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ സ്പ്രേ അടിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഏതായാലും ഗൈസ് ഇത് ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കട്ടിയിലുണ്ടോ കേട്ടോ സാധനം, നല്ല കട്ടിയാണ്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല. സംഭവം ഒരു സ്കിൻ തന്നെയാണ് അല്ലേ? അങ്ങനെ കസ്തൂരി മാന്റെ കസ്തൂരി നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു ഗൈസ്. യെസ്, അരി വറുത്തതാണ് ഗൈസ്, അരി വറുത്തത്. സത്യം പറയാലോ ഇതേപോലെ ഉണ്ടാവുക. പുള്ളിമാന്റെ കസ്തൂരിയുടെ ഉള്ളില് സത്യത്തിൽ ഇതുപോലെ തന്നെയാണ് ഉണ്ടാവല്. പക്ഷെ ഇത് റിയലി അരിയാണ്. അരി വറുത്തിട്ട് നമ്മൾ ഇട്ട് പറ്റിച്ചതാട്ടാ. കാണിച്ച വല്ലാത്തൊരു അത്ഭുതട്ടാ. അരിയാണ്, അരി. മണം. അപ്പൊ ഇതിന്റെ തോലിന്റെ ഒരു മണം പോലെ ആദ്യം വന്നിരുന്നു കേട്ടാ. പറയുമ്പോ മുഖം കാണിക്കുക. ഒരു തോലിന്റെ ആടിന്റെ ഒക്കെ മണം പോലെ ആദ്യം വന്നിരുന്നു. അപ്പൊ ഈ സ്കിന്നിന്റെ മണമാണത്. പിന്നെ ആ മണം പോയി. അതിന്റെ മുമ്പ് നമുക്ക് നല്ല കസ്തൂരിയുടെ മണമാണ് ഉണ്ടായിരുന്ന കേട്ടോ. അത് എന്താണ് അതിന്റെ ട്രിക്ക് എന്നുള്ളത് എനിക്കറിയില്ല. അതിങ്ങനെ പിടിച്ചിങ്ങനെ മണപ്പിക്കും, മറ്റുള്ള ആളെ കയ്യിൽ ആ മണം വരുന്നുണ്ട്. അത് ഒറിജിനൽ കസ്തൂരി ആയിരിക്കണം അവർ പറ്റുന്ന കേട്ടോ. അപ്പൊ എന്താണെന്നുള്ള സത്യാവസ്ഥ അതറിയില്ല. ഇപ്പൊ ഏതായാലും ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഉള്ളത് അരിയാണിത്. അരി പോലത്തെ ഒരു സാധനമാണ്. മണലിലെ അരി പോലെ തന്നെ ഉണ്ട്.
ശരിക്കും അരി പോലത്തെ എന്തോ ഒരു സാധനം. ഇതിന് ചെറിയൊരു മണം ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് സത്യത്തിൽ ഇതിലുണ്ടായിരുന്നത് അല്ലേ. വാവ്. അപ്പൊ കയ്യെല്ലാം നല്ല കഴുകേണ്ടി വരും തോന്നുന്നുണ്ട്. എന്താ ഇത് സംഭവം സ്കിന്നാന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഇത് സ്കിന്നാട്ടോ. ഇത് തന്നെ കസ്തൂരിയുടെ ഒറിജിനൽ സാധനം എടുത്ത് കളഞ്ഞതിന്റെ ശേഷം ഇവരിതിൽ ഈ സാധനം ഫില്ല് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അടുത്ത കാണിച്ചാ ഇതാണ്ട് ഇതിങ്ങനെ വലിക്കുമ്പോൾ വലിയുന്നുണ്ട് കണ്ട ഉണ്ടോ. സ്കിന്നാണത്. ഇവിടെ നോക്കിക്കോളേ. ഇതാണ് സ്കിന്ന് പോലത്തെ സാധനമാണ് മക്കളെ. എന്തുമാതിരി ഉഡായി പാട്ടോ. സ്കിന്നാണ് ഒറിജിനൽ. അപ്പോൾ ഇത് നമുക്ക് വല്ല പൂത്തേക്കോ അല്ലെങ്കിൽ വല്ല തൈകൾക്കോ എന്തെങ്കിലും ഗൊബറായിട്ടോ വളമായിട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏതായാലും പേപ്പർ ഒന്നും എടുത്താൽ വെച്ചോ. അപ്പോൾ ഏതായാലും ഞാനേ എന്നാൽ ഈ മണം പോകുന്നില്ല കേട്ടോ. ഈ മണം കയ്യിലായിട്ടുണ്ട്. ഇത് സംഭവം ഒരു അരി പിന്നെ അതുപോലത്തെ എന്തോ ഒരു സാധനം വറുത്തതാണ്. എന്തോ ഒരു ഫുഡ് ഐറ്റംസ് ആണിത്. ഒരു പച്ചരി പോലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് ഇതിലുള്ളത്. അപ്പൊ ഏതായാലും ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലായി. അപ്പോൾ എൻ്റെ ഒപ്പം ആ യാത്രയിൽ ഒരുപാട് സുഹൃത്തുക്കൾ വരലുണ്ട്. അതിൽ പല ആൾക്കാർ ഇത് മേടിക്കലുണ്ട്, കാണലുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു പാടാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഉപകരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ മേടിച്ച് പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഉപകാരമാവുമല്ലോ. സുഹൃത്തുക്കളെ, ഇതിന്റെ ഉള്ളിൽ എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇത് തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു സംഭവം കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പ്രത്യേകമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇങ്ങോട്ട് വാ. ഇതിന്റെ പേരാണ് സിലാജത്ത്. സിലാജത്ത് എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണത്. അതായത് കന്മദം എന്നൊക്കെ പറയും. അതേപോലെ സ്റ്റാമിന എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നല്ല പവർഫുൾ ആയിട്ടുള്ള ആരോഗ്യത്തിനും ശരീരത്തിനും ഒക്കെ വേണ്ടി സ്റ്റാമിന ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ സിലാജത്ത് എന്ന് പറഞ്ഞിട്ട് ഗൾഫിൽ നിന്നൊക്കെ മേടിക്കുന്ന ആളുണ്ട്. തുർക്കി ജാമ എന്നൊക്കെ പറഞ്ഞിട്ടില്ല എന്നതുപോലെ ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതേപോലത്തെ ഒന്നാണ് സിലാജത്ത്. ഇത് യഥാർത്ഥത്തിൽ കിട്ടുന്നുള്ളത് നമ്മുടെ ഇവിടെ ഒന്നും ലോക്കലൊന്നും കിട്ടൂല. ഇത് കിട്ടുന്നുള്ളത് നമ്മുടെ ഹിമാലയം പർവ്വതങ്ങളിൽ നിന്ന്, പർവ്വതത്തിന്റെ ഉള്ളിൽ നിന്ന് അതിശക്തമായ ചൂടിന്റെ കാരണമായിട്ട് ഒലിച്ചു വരുന്ന സംഭവമാണ് സിലാജത്ത്. ഇതിന്റെ വിശദമായ ഒരു വീഡിയോ ഇതിന് ശേഷം ഞാൻ വേറെ എടുക്കുന്നുണ്ട്. പാണ്ടിക്കാട് കുഞ്ഞോനി. അപ്പൊ അയാൾ ചെയ്യുന്ന ആ സ്റ്റാമിന എന്ന് പറയുന്നത് വേറെ സ്റ്റാമിനയാണ്. ഇത് നാച്ചുറൽ ആണ്, ഒറിജിനൽ നാച്ചുറൽ ആണ്. അപ്പൊ ഇതിന്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് ഇതിന്റെ തൊട്ട് പിന്നിൽ വരുന്നുണ്ട്. അപ്പൊ ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് അറിയുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ചതിക്കുയിലൊന്നും നമ്മൾ പെടരുത് കേട്ടോ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വലിയ വിലയിലും കൊടുത്ത് അറിയാതെ മേടിച്ച് നമ്മൾ ആരും പെടരുത്. ചെറിയ വിലക്കല കിട്ടുകയാണ് നമുക്ക് മേടിച്ച് സാമ്പിൾ നോക്കാന്നല്ല. വലിയ വില കൊടുത്ത് മേടിച്ച് നമ്മൾ ആരും ഇതിൽ പെടരുത് എന്നും കൂടി ഓർമ്മപ്പെടുത്തി തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ അതുവരേക്കും തൽക്കാലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.